വീഡിയോ കാണാൻ ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് യാദൃച്ഛികമല്ല. ഇത് ഒരു യോഗമാണ്, ഒരു ദൈവിക നിയോഗമാണ്. നക്ഷത്രങ്ങൾ ചലിക്കുന്നു, ഗ്രഹങ്ങൾ അണിനിരക്കുന്നു, ആകാശം ഒരു പ്രത്യേക സന്ദേശം ഭൂമിയിലേക്ക് അയക്കുകയാണ്. ആ സന്ദേശം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. മേടം രാശിക്കാരെ, ഒരു കാര്യം ശ്രദ്ധിച്ചു കേൾക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന ദിനങ്ങൾ, ഈ ഒരു കാലഘട്ടം, ഇത് ഒരു സാധാരണ ഘട്ടം അല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തിരിവ് ആണ്. ഇത്ര കാലം നിങ്ങൾ കാത്തിരുന്ന, ആഗ്രഹിച്ചിരുന്ന, ഒരുപക്ഷേ ഉറക്കമൊഴിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്ന ആ നല്ല കാലം, ഇപ്പോൾ ആ വഴിത്തിരിവ് ഇവിടെ ആരംഭിക്കുകയാണ്. മേടം രാശിക്കാർക്ക് ഇത് ഒരു സാധാരണ കാലം ആയിരിക്കില്ല. ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഗ്രഹസംയോഗം ഉണ്ടായിട്ട് ഏറെ കാലം കഴിഞ്ഞു. ആ പ്രത്യേക ഗ്രഹചലനങ്ങൾ, ആ കർമ്മ ഊർജം, ആ ദൈവിക ഇടപെടൽ, ഇതെല്ലാം ഒരുമിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമാകുകയാണ്. ചിലർക്ക് ഇത് കരിയറിൽ ഒരു അടിമുടി മാറ്റമായി വരും. ചിലർക്ക് ഇത് സാമ്പത്തിക നേട്ടത്തിന്റെ ഒരു കൊടുങ്കാറ്റ് ആകും. ചിലർക്ക് ഇത് ഹൃദയം തൊടുന്ന ഒരു പ്രണയ അനുഭവം ആകും. ചിലർക്ക് ഇക്കാലമത്രയും അടഞ്ഞുകിടന്ന ദൈവത്തിന്റെ ആ കരുണയുടെ വാതിൽ ഇപ്പോൾ തുറന്നുവരും. ഞാൻ ഇത് ഭയപ്പെടുത്താൻ പറയുകയല്ല, ഞാൻ ഇത് ആശ്വസിപ്പിക്കാൻ പറയുന്നതുമല്ല. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ഗ്രഹങ്ങൾ ചുമ്മാ ചലിക്കുന്നില്ല. ഓരോ ചലനത്തിനും ഒരു ഉദ്ദേശമുണ്ട്. ഓരോ ഗ്രഹസ്ഥാനത്തിനും ഒരു കഥ ഉണ്ട്. ആ കഥ ഇന്ന് മേടം രാശിക്കാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. ആ ഭാഗ്യം നിങ്ങൾക്ക് ആണ്, ആ മാറ്റം നിങ്ങൾക്ക് ആണ്, ആ ദൈവിക ഇടപെടൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് കേൾക്കുന്ന ഓരോ മേടം രാശിക്കാരും ഇപ്പോൾ ഒരു കാര്യം ചെയ്യൂ. നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ പേര് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ. ആ ഒരു ചെറിയ പ്രവൃത്തി, ആ ദൈവനാമം അക്ഷരത്തിൽ ആലേഖനം ചെയ്യുന്ന ആ നിമിഷം, അത് ഒരു ദൈവിക ശക്തി ഉണർത്തും. ശ്രീകൃഷ്ണൻ ആണോ, ഗണേശൻ ആണോ, ദേവിയാണോ, ശിവൻ ആണോ, ഏത് ദൈവമാണ് നിങ്ങളുടെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത്? ആ നാമം ഇവിടെ ടൈപ്പ് ചെയ്യൂ. ഈ ദൈവനാമം ഒരു പ്രാർത്ഥന ആണ്, ഒരു ചൈതന്യമാണ്, ഒരു സംരക്ഷണ കവചമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ, ഇതിലെ സന്ദേശം നിങ്ങളുടെ ഉള്ളിൽ ഒരു ചലനം ഉണ്ടാക്കി എന്ന് തോന്നുന്നെങ്കിൽ, ഈ ദൈവകൃപ നിങ്ങളുടെ ആത്മീയ മിത്രങ്ങൾക്കും കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, ഈ വീഡിയോ ഷെയർ ചെയ്യൂ, ഒരു ലൈക്ക് ഇടൂ, ഒരു കമന്റ് ഇടൂ. ആ ഒരു ചെറിയ പ്രവൃത്തി ഒരു ദൈവിക ഊർജ്ജ ചക്രം ആരംഭിക്കും. ആ ഊർജം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചുവരും, ഇരട്ടി ആശീർവാദമായി. ഇനി ഒരു കാര്യം കൂടി. നിങ്ങളുടെ ജന്മകുണ്ടലി, ജാതകഫലം, ദശഭുക്തി, ഗ്രഹദോഷ പരിഹാരം, വിവാഹ പൊരുത്തം ഇതെല്ലാം അറിയണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, ആ വിശദ വിവരങ്ങൾ കമന്റ് ബോക്സിൽ ലഭ്യമാണ്. ഒരു ആഴമേറിയ ജ്യോതിഷ ഉപദേശം, ഒരു ശരിയായ ആത്മീയ ദിശ, ഇത് ചിലപ്പോൾ ജീവിതം മാറ്റിമറിക്കും. ദൈവ ഇഷ്ടമുണ്ടെങ്കിൽ ആ ഒരു ശരിയായ ജ്യോതിഷ ദർശനം നിങ്ങൾക്ക് ഒരു പുതിയ ജീവിത ദിശ കാണിക്കും. ഇനി നമുക്ക് ഗ്രഹങ്ങളുടെ ആ ഗഹനമായ ലോകത്തിലേക്ക് കടക്കാം. ആകാശത്ത് ഇപ്പോൾ ഒരു അസാധാരണ ഊർജ്ജ ഒഴുക്കാണ്. ഗ്രഹങ്ങൾ ഒരേ ദിശയിൽ, ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരു ദൈവിക ചിത്രം വരക്കുന്നത് പോലെ നീങ്ങുകയാണ്. ഈ ചിത്രത്തിന്റെ കേന്ദ്രത്തിൽ ആണ് ഇന്ന് മേടം രാശി. ആ ഊർജ്ജ ഒഴുക്കിന്റെ ഏറ്റവും ശക്തമായ ഗ്രഹം ഗുരു, ബൃഹസ്പതി, ദേവഗുരു, ജ്ഞാനത്തിന്റെയും ഭാഗ്യത്തിന്റെയും ദൈവിക കരുണയുടെയും ഗ്രഹം. ഗുരു ഇപ്പോൾ മേടം രാശിക്ക് അനുകൂലമായ ഒരു ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. ഈ ഗുരുചലനം ഒരു ചെറിയ കാര്യം ആണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഗുരുവിന്റെ ഒരൊറ്റ ദൃഷ്ടി ഒരു ദരിദ്രനെ രാജാവ് ആക്കും. ഗുരുവിന്റെ ഒരൊറ്റ ദൃഷ്ടി ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ അസാധാരണ ഭാഗ്യം കൊണ്ടുവരും. ഗുരു ആണ് ജ്ഞാനം നൽകുന്നത്, ഗുരു ആണ് ഐശ്വര്യം നൽകുന്നത്, ഗുരു ആണ് ആ ദൈവിക ആശീർവാദം ഒരു മനുഷ്യ ജീവിതത്തിലേക്ക് ഒഴുക്കിവിടുന്നത്. മേടം രാശിക്കാർക്ക് ഇപ്പോൾ ഗുരു ഭാഗ്യഭാവത്തിൽ ആണ് ദൃഷ്ടി ചെലുത്തുന്നത്. ഭാഗ്യഭാവം, ഈ ഭാവം സജീവം ആകുമ്പോൾ ജീവിതത്തിൽ ഒരു ദൈവ ഉണർവ് ഉണ്ടാകും. ആഗ്രഹങ്ങൾ ഫലിക്കും, പ്രാർത്ഥനകൾ കേൾക്കപ്പെടും. ദൈർഘ്യമേറിയ ഒരു ഇരുണ്ട കാലത്തിനു ശേഷം ഒരു പ്രകാശം കടന്നുവരും. ഇത് ഒരു ആത്മീയ ഉണർവ് ആണ്, ഒരു ദൈവ ഇടപെടൽ ആണ്, ഒരു കർമ്മഫലമാണ്. ഇക്കാലമത്രയും നിങ്ങൾ ചെയ്ത ഗുണം, നിങ്ങൾ കൊണ്ട നഷ്ടം, നിങ്ങൾ ഒഴുക്കിയ കണ്ണീർ, നിങ്ങൾ ദൈവത്തോട് ഉള്ളുരുകി ചൊല്ലിയ ആ പ്രാർത്ഥന, ഇവ ഒന്നും ഗുരു മറന്നിട്ടില്ല. ഇപ്പോൾ ആ ഗുരു ദൃഷ്ടി വരികയാണ്, ആ ഉത്തരം വരികയാണ്. ഗുരു മാത്രമല്ല, ശനിഗ്രഹം. ഈ ഗ്രഹം ഒരു ഗൗരവമേറിയ ഗ്രഹമാണ്. ശനി കർമ്മഫലം നൽകുന്ന ഗ്രഹമാണ്. ശനി ഒരിക്കലും ഒഴിവ് ഇടുകയില്ല, ഒരിക്കലും ഒരു കർമ്മഫലം തടഞ്ഞു വയ്ക്കുകയില്ല. ഓരോ ജന്മത്തിലും ഓരോ കർമ്മചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കും. ശനി ആ ചക്രത്തിന്റെ കാവൽക്കാരനാണ്. ശനി ന്യായാധിപനാണ്, ശനി ശിക്ഷകനാണ്, ശനി അനുഗ്രഹദാതാവാണ്. ഒരേ ഗ്രഹം, ഒരേ സമയം, ഇത്രയും ഭാവങ്ങൾ. ഇപ്പോൾ ശനി മേടം രാശിക്കാർക്ക് ഒരു പ്രത്യേക ഊർജം നൽകുകയാണ്. ഈ ഊർജം ഒരു ഉണർവ് ആണ്, ഒരു തിരിച്ചറിവ് ആണ്. ഈ ഘട്ടത്തിൽ ചിലർക്ക് ശനി ഒരു ചെറിയ വെല്ലുവിളി കൊടുക്കും, ഒരു ചെറിയ കടൽക്ഷോഭം, ഒരു ചെറിയ ജീവിത ഉലച്ചിൽ. ഇത് ഒരു ശിക്ഷ ആണ് എന്ന് തോന്നും. പക്ഷേ ഇത് ഒരു ശുദ്ധീകരണമാണ്, ഒരു കർമ്മ ശുദ്ധീകരണം.
ഒരു ആത്മശുദ്ധീകരണം. ഇത് കഴിഞ്ഞാൽ ഒരു നവോദയം ഉണ്ടാകും. ഒരു പുതിയ ആരംഭം ഉണ്ടാകും. ശനി ഒരിക്കലും ഒരു മനുഷ്യനെ തളർത്തുക മാത്രം ചെയ്യില്ല. ശനി ആദ്യം തളർത്തും, പിന്നെ ഉയർത്തും. ആ ഉയർത്തൽ വളരെ ഉയരത്തിൽ ആകും. ഇനി രാഹു, കേതു, ഈ 2 ഗ്രഹഛായകൾ. ഇവ ഒരു നിഗൂഢ ശക്തിയാണ്. രാഹു ആഗ്രഹങ്ങളുടെ ഗ്രഹമാണ്, മോഹങ്ങളുടെ ഗ്രഹമാണ്, ഭ്രമത്തിന്റെയും ആഭിമുഖ്യത്തിന്റെയും ഒരു ആഴമേറിയ ആന്തരിക ദാഹത്തിന്റെയും ഗ്രഹമാണ്. കേതു ആകട്ടെ മോക്ഷത്തിന്റെയും ആത്മജ്ഞാനത്തിന്റെയും ഒരു ഉള്ളിൽ നിന്ന് ഉണർന്നുവരുന്ന ദൈവബോധത്തിന്റെയും ഗ്രഹമാണ്. ഈ രണ്ടും ഒരേ അക്ഷരേഖയിൽ, ഒരേ ദിശയിൽ ഇപ്പോൾ മേടം രാശിക്ക് ഒരു അത്ഭുതകരമായ ഊർജ്ജ ഒഴുക്ക് നൽകുകയാണ്. രാഹു ഇപ്പോൾ ഒരു പ്രത്യേക ഭാവത്തിലാണ്. ഈ ഭാവത്തിൽ രാഹു ഉള്ളപ്പോൾ അപ്രതീക്ഷിത നേട്ടങ്ങൾ വരും. ആരും കരുതാത്ത ഒരു ദിശയിൽ നിന്ന് ഒരു നല്ല വാർത്ത വരും. ഒരു ആകസ്മിക ഭാഗ്യ നിമിഷം ഉണ്ടാകും. ആ നിമിഷം ഒരുക്കിക്കൊടുക്കുന്നത് ഈ ഗ്രഹ ഊർജ്ജമാണ്. കേതുവോ? കേതു ഇപ്പോൾ ഒരു ആത്മ ഉണർവ് കൊണ്ടുവരികയാണ്. ഒരു ആഴത്തിൽ ഒളിഞ്ഞുകിടന്നിരുന്ന ഒരു ആത്മജ്ഞാനം, ഒരു ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ഒരു ദൈവബോധം ഇപ്പോൾ ഉണർന്നു വരുന്നു. ചിലർക്ക് ഈ ഘട്ടത്തിൽ ഒരു ആഴമേറിയ ആത്മീയ അനുഭവം ഉണ്ടാകും. ഒരു ദൈവദർശനം, ഒരു അദ്ഭുത സ്വപ്നം, ഒരു ഉള്ളിൽ നിന്ന് ഉണർന്നു വരുന്ന ഒരു ദൈവസ്നേഹ അനുഭൂതി. ഈ ഗ്രഹ ഊർജ്ജങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു കർമ്മചക്രം തിരിക്കുകയാണ്. ആ കർമ്മചക്രം, ആ ദൈവചക്രം ഇപ്പോൾ മേടം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു അസാധാരണ ഭാഗ്യ ഊർജ്ജം ഒഴുക്കുകയാണ്. ഇത് ഒരു ചരിത്ര നിമിഷമാണ്. ഈ ഗ്രഹസ്ഥാനം, ഈ ദൈവിക സംയോഗം, ഇത് ഒരു ജനറേഷന് ഒരു തവണ മാത്രം ഉണ്ടാകുന്ന ഒരു ദൈവദാനമാണ്. ഇനി ഒരു കാര്യം കൂടി ഈ ഗ്രഹ ഊർജ്ജ വിഭാഗത്തിൽ ഞാൻ പറയണം. ഈ ഗ്രഹചലനം, ഈ ദൈവ ഊർജ്ജ ഒഴുക്ക്, ഇത് ഒരു ജീവിതഘട്ട മാറ്റമാണ്. ഒരു ദശ അവസാനിക്കുകയാണ്, ഒരു പുതിയ ദശ ആരംഭിക്കുകയാണ്. ഇക്കാലമത്രയും ഉണ്ടായിരുന്ന ഒരു കർമ്മഭാരം, ഒരു ദോഷഛായ, ഒരു ദുരിതഘട്ടം, ഇപ്പോൾ അതിന്റെ അന്ത്യനാളുകളാണ്. ഒരു ദുരിതം അവസാനിക്കുക, ഒരു ഭാഗ്യം ആരംഭിക്കുക, ഒരു കർമ്മഫലം പൂർത്തിയാകുക, ഒരു പുതിയ ജീവിത ദൗത്യം ആരംഭിക്കുക. ഇതെല്ലാം ഒരേ സമയം, ഒരേ ഗ്രഹ ഊർജ്ജ ഒഴുക്കിൽ ഇപ്പോൾ സംഭവിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് ഒരു ചോദ്യം ഉണ്ടാകും. ഇത് ശരിക്കും ഉണ്ടാകുമോ? ഇത് ഒരു ഭ്രമമാണോ? ഇത് ഒരു ആശ്വാസവചനമാണോ? അല്ല, ഇത് ഒരു ഗ്രഹഗണിത യാഥാർത്ഥ്യമാണ്. ആകാശത്ത് ഗ്രഹങ്ങൾ ഇപ്പോൾ ഇവിടെ ആണ് നിൽക്കുന്നത്. ആ നിലപ്പ് ഈ ഫലം ഉണ്ടാക്കും. ഈ ഫലം ഉണ്ടാകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ഒത്തുചേരൽ വേണം. ആ ഗ്രഹ ഊർജ്ജത്തോട് ഒരു ഒത്തുചേരൽ. ആ ഒത്തുചേരലാണ് ഈ ജ്യോതിഷ ദർശനം. ഈ ദർശനം കേൾക്കുക, ഈ ഉപദേശം ഉൾക്കൊള്ളുക, ഈ ആത്മീയ ഊർജ്ജം ആഗ്രഹിക്കൂ. ഇതുമതി, ദൈവം ബാക്കി ചെയ്യും. ഈ ഗ്രഹ ഊർജ്ജ ഒഴുക്കിൽ ഒരു കർമ്മഭ്രമണം കൂടിയുണ്ട്. ഈ ഭ്രമണം ഒരു ജീവിത ദിശ മാറ്റമാണ്. ഈ ദിശ മാറ്റം ചിലർക്ക് ഒരു ആഴ്ചക്കകം അനുഭവപ്പെടും, ചിലർക്ക് ഒരു മാസത്തിനകം, ചിലർക്ക് ഈ ഭ്രമണത്തിന്റെ ഫലം കൊഞ്ചം നേരം കൂടി എടുക്കും. ഏത് ആകട്ടെ ആ ഫലം ഗംഭീരമാകും. ഒരു ദൈവ കൈ, ഒരു ദൈവ ആശീർവാദം, ഒരു ദൈവ ഇടപെടൽ. ഇതൊക്കെ അനുഭവിക്കുവാൻ ആ ഘട്ടം ഇനി ഏറെ ദൂരത്തെയില്ല. ഇനി നമുക്ക് ഈ ഊർജ്ജത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ആവശ്യമായ കർമ്മ പരിഹാരങ്ങളെക്കുറിച്ച് സംസാരിക്കാം. കാരണം ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുമ്പോൾ ആ അനുഗ്രഹം പൂർണ്ണമായും നിങ്ങളിലേക്ക് ആകർഷിക്കാൻ നമ്മൾ ചെറിയ ചെറിയ ആത്മീയ കർമ്മങ്ങൾ ചെയ്യണം. ഇത് അന്ധവിശ്വാസമല്ല. ഇത് പ്രപഞ്ചത്തിന്റെ ഭാഷ മനസ്സിലാക്കി ആ ഭാഷയിൽ തന്നെ മറുപടി പറയുന്ന ജ്ഞാനമാണ്. മേടം രാശിക്കാർക്ക് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മ പരിഹാരം ചൊവ്വ ദേവനെ പ്രസാദിപ്പിക്കുക എന്നതാണ്. ചൊവ്വ നിങ്ങളുടെ ജന്മരാശ്യധിപതിയാണ്. അദ്ദേഹം ശക്തിയുടെ, ധൈര്യത്തിന്റെ, കർമ്മ ഊർജ്ജത്തിന്റെ ദേവനാണ്. ചൊവ്വാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിനു മുൻപ് എഴുന്നേറ്റ് ഒരു ശുദ്ധമായ ആസനത്തിൽ ഇരുന്ന് ഓം അങ്കാരകായ നമ എന്ന മന്ത്രം 29 തവണ ജപിക്കുക. ഈ ഒരു ചെറിയ കർമ്മം ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് ഒരു അദൃശ്യ കവചം ആകും. അതോടൊപ്പം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചുവന്ന പൂക്കൾ ദേവൻ സമർപ്പിക്കുക. ചുവന്ന ഹൈബിസ്കസ്, ചുവന്ന റോസ്, ഇവ ചൊവ്വ ദേവൻ ഏറ്റവും പ്രിയങ്കരമാണ്. ആ പൂക്കൾ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ശുദ്ധമായ ആഗ്രഹം ഉണ്ടാകട്ടെ. ആ ആഗ്രഹം, ആ പ്രാർത്ഥന പ്രപഞ്ചത്തിലേക്ക് ഒരു ചൂടേറിയ ജ്വാലയായി ഉയർന്നു പോകും. ഇനി ശനിയുടെ ദൃഷ്ടി ചിലർക്ക് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കാം. ആ തടസ്സങ്ങൾ ദൂരീകരിക്കാൻ ശനിയാഴ്ച ദിവസം ദരിദ്രരായ ആളുകൾക്ക്, പ്രത്യേകിച്ച് വൃദ്ധർക്കോ അവശർക്കോ ഭക്ഷണം കൊടുക്കുക. ഇത് ഏറ്റവും ശക്തമായ ശനി ദോഷ പരിഹാരങ്ങളിൽ ഒന്നാണ്. ഒരു ചായ കൊടുത്താലും മതി, ഒരു ഭക്ഷണ പൊതി കൊടുത്താലും മതി. ആ ദാനത്തിന്റെ ഊർജ്ജം ശനിദേവൻ നോക്കിക്കൊണ്ടിരിക്കും. ദാനം ചെയ്യുന്നവരെ ശനി ഒരിക്കലും ദ്രോഹിക്കില്ല. ഇതൊരു ജ്യോതിഷ സത്യമാണ്. രാഹുവിന്റെ ഛായ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ദുർഗദേവിയെ ആരാധിക്കുക. ദേവി ഭഗവതി ക്ഷേത്രത്തിൽ ഒരു ദീപം കൊളുത്തുക. ആ ദീപത്തിന്റെ ജ്വാല രാഹുവിന്റെ ഇരുട്ടിനെ അകറ്റും. ദേവി കടാക്ഷമുള്ളിടത്ത് യാതൊരു നിഴൽ ശക്തിക്കും ഇടമില്ല. ഇത് വെറും ആചാരമല്ല, ഇത് ആത്മസംരക്ഷണമാണ്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഭയം അകറ്റി
ആത്മധൈര്യം നിറയ്ക്കുന്ന ഒരു ദൈവിക ക്രിയ. ഇനി ഏറ്റവും പ്രധാനമായ ഒരു കർമ്മശുദ്ധി പരിഹാരം പറയട്ടെ. ഓരോ ദിവസവും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് 1.5 മിനിറ്റ് നേരം ഉള്ളം കൈ നോക്കി ഹൃദയഭൂമി സ്ഥാനത്ത് ശ്വാസം ആഴ്ത്തിയെടുക്കുക. ആ ശ്വാസത്തോടൊപ്പം മനസ്സിൽ ഒരു ശക്തമായ ആഗ്രഹം ഉരുക്കഴിക്കുക. ഇന്നത്തെ ദിവസം ഞാൻ ജ്ഞാനത്തോടും ക്ഷമയോടും ആർജവത്തോടും ജീവിക്കും എന്ന്. ഇത് ഒരു ലളിതമായ ധ്യാനശീലമാണ്. പക്ഷേ ഇതിന്റെ ഫലം ലളിതമല്ല. ഗ്രഹദൃഷ്ടികൾ ഏതൊരാൾക്കും ഏറ്റവും ശക്തമായി ഫലം ചെയ്യുന്നത് ആ ആളിന്റെ ആന്തരിക ഊർജം ശുദ്ധമാകുമ്പോഴാണ്. ക്ഷേത്ര ദർശനത്തെക്കുറിച്ച് ഒന്ന് പ്രത്യേകം പറയണം. ഇക്കാലത്ത് ഒരു ചൊവ്വാഴ്ച ഒരു ഹനുമൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഹനുമദ്ദേവൻ ചൊവ്വ ഗ്രഹദേവനുമായി ആത്മബന്ധം പുലർത്തുന്ന ദൈവമാണ്. ഹനുമദ്ദേവന്റെ മുൻപിൽ ഒരു നിലക്കടല കൊടുക്കുക, ഒരു ഭക്ഷ്യ നൈവേദ്യം സമർപ്പിക്കുക. ഈ ദർശനം നിങ്ങളിൽ ഒരു അത്ഭുതകരമായ ധൈര്യ ഊർജം നിറയ്ക്കും. ഏതൊരു തടസ്സവും ഏതൊരു ഭയവും ഇളകി മാറും. ഇനി ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കർമ്മശ്രദ്ധ. ഇത് ഏറ്റവും സൂക്ഷ്മമായ ഒന്നാണ്. ആരോടെങ്കിലും ദേഷ്യം തോന്നിയാൽ ആ ദേഷ്യം ഉടൻ വാക്കിൽ പ്രകടിപ്പിക്കരുത്. ഒരു നിമിഷം ആഴ്ത്തി ശ്വസിക്കുക. ഈ ഒരു ശീലം നിങ്ങളുടെ ചൊവ്വ ഊർജം, അത് ആക്രമണ ഊർജം ആകുന്നതിനു പകരം സൃഷ്ടി ഊർജം ആകും. ഗ്രഹ ഊർജം ഒരു ജ്വാല പോലെയാണ്. ആ ജ്വാല ഒരു അടുക്കളയിൽ ഉണ്ടെങ്കിൽ ഭക്ഷണം പാകം ചെയ്യും. അതേ ജ്വാല നിയന്ത്രണം വിട്ടാൽ ഒരു കെട്ടിടം കത്തിക്കും. ഊർജം ഒന്നുതന്നെ, ഉപയോഗം മാത്രമാണ് വ്യത്യാസം. ആത്മചികിത്സ ഇത് ഏറ്റവും ആഴത്തിൽ ഉള്ള ഒന്നാണ്. ഇക്കാലത്ത് ഓരോ രാത്രിയും ഉറക്കത്തിനു മുൻപ് ആ ദിവസം ഉണ്ടായ ഒരു നല്ല കാര്യം മനസ്സിൽ ഓർക്കുക. കൃതജ്ഞത ഏറ്റവും ശക്തമായ ആത്മ ഔഷധമാണ്. ഗ്രഹങ്ങൾ ഫലം നൽകുന്നത് മനോഭൂമിയിൽ ആണ്. ആ ഭൂമി ഫലഭൂയിഷ്ടമാകണം. കൃതജ്ഞതയുള്ള മനസ്സ് ഗ്രഹ അനുഗ്രഹങ്ങൾക്ക് ഏറ്റവും ഫലഭൂയിഷ്ടമായ ഭൂമിയാണ്. ഒരൊറ്റ നല്ല ചിന്ത, ഒരൊറ്റ നന്ദിയുടെ നിമിഷം, അത് നിങ്ങളുടെ ഗ്രഹഫലത്തെ ഇരട്ടിക്കും. ജലം ഉപയോഗിച്ചുള്ള ഒരു ലളിതമായ ശുദ്ധിക്രിയ കൂടി ചെയ്യുക. ഒരു ചെമ്പ് പാത്രത്തിൽ ജലം നിറച്ച് രാവിലെ സൂര്യന്റെ ദിശയിൽ കിഴക്ക് ആ ജലം ഭൂമിയിൽ ഒഴിക്കുക. ഓം സൂര്യായ നമ എന്ന് മനസ്സിൽ ഉരുക്കഴിക്കുക. ഈ ജ്ഞാന ഊർജം, ഈ ദൃഷ്ടി ഊർജം ആ ദിവസം നിങ്ങൾക്ക് ഒരു ദൈവിക ദൃഷ്ടി കൊടുക്കും. ഏത് കാര്യത്തിലും ശരിയായ തീരുമാനം എടുക്കാനുള്ള ദൃഷ്ടി. ഇതൊക്കെ ചെറിയ കർമ്മങ്ങൾ ആണ്, പക്ഷേ ഇവ ചേർന്ന് നിർമ്മിക്കുന്ന ഭാഗ്യ ആർക്ക് വലുതാണ്. ഈ ആത്മശുദ്ധി, ഈ കർമ്മ ഊർജ, ഈ ദൈവബന്ധം, ഇവ ഒരുമിച്ചു ചേരുമ്പോൾ ഇനി നാം സംസാരിക്കാൻ പോകുന്ന ആ ഭാഗ്യഫലങ്ങൾ നിങ്ങൾക്ക് ഇരട്ടി ഫലം തരും. ഇനി നമുക്ക് ഏറ്റവും ആകർഷകമായ ഭാഗത്തേക്ക് കടക്കാം. കർമ്മഫലം, ജീവിതഫലം. ഭൗതിക ഭൂമിയിൽ ഈ ഗ്രഹ ഊർജങ്ങൾ എങ്ങനെ ഫലം നൽകും എന്ന്. തൊഴിൽ രംഗത്തെക്കുറിച്ച് ആദ്യം സംസാരിക്കാം. മേടം രാശിക്കാർ ഇക്കാലത്ത് ജോലിസ്ഥലത്ത് ഒരു അത്ഭുതകരമായ മാറ്റം അനുഭവിക്കാൻ പോകുന്നു. ഇത്ര നാൾ നിങ്ങൾ ചെയ്ത കഠിനാധ്വാനം, നിങ്ങൾ ചൊരിഞ്ഞ ഊർജം, നിങ്ങൾ കാത്തുസൂക്ഷിച്ച ക്ഷമ, ഇവ ഒന്നൊന്നായി ഫലം തരാൻ ആരംഭിക്കും. ഗുരു ഇപ്പോൾ നിങ്ങളുടെ ദശമഭാവത്തിൽ, കർമ്മഭാവത്തിൽ തന്റെ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുകയാണ്. ദശമഭാവം ജ്യോതിഷഭാഷയിൽ ഒരു മനുഷ്യൻ ഈ ലോകത്ത് എന്ത് ഉയരത്തിൽ ഈ ലോകത്ത് എത്തും എന്ന് നിർണയിക്കുന്ന ഭാവമാണ്. അവിടെ ഗുരുദൃഷ്ടി ഉള്ളപ്പോൾ ആ ഉയരം ഇനി ദൂരമല്ല, ആ ഉയരം ഇനി സ്വന്തം ആകും. ജോലി ചെയ്യുന്നവർക്ക് ആദ്യ 7 ദിവസത്തിൽ തന്നെ ജോലിസ്ഥലത്ത് ഒരു ചർച്ച ഉണ്ടാകും. ആ ചർച്ച ഒരു പദോന്നതി സംബന്ധിച്ചതോ ഒരു പ്രോജക്റ്റ് ഉത്തരവാദിത്വം സംബന്ധിച്ചതോ ആകാം. ആ ചർച്ചയിൽ നിങ്ങളുടെ പേര് ഉയർന്നുവരും. ഇത്ര നാൾ നിങ്ങൾ ഒരു നിഴൽ പോലെ ജോലി ചെയ്തു. ആ നിഴൽ ഇനി ഒരു ശോഭയായി ദൃശ്യമാകും. ഉദ്യോഗസ്ഥാനത്ത് ഉള്ളവർ ഒരു കാര്യം ഓർക്കണം. ആ ചർച്ചയിൽ, ആ അവസരത്തിൽ നിങ്ങൾ ആത്മധൈര്യത്തോടെ ശാന്തമായി നിങ്ങളുടെ ആശയങ്ങൾ അവതരിപ്പിക്കണം. ഗ്രഹ ഊർജം വാതിൽ തുറക്കും. കടന്നുപോകാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. ആദ്യ 14 ദിവസത്തിനുള്ളിൽ ഒരു പ്രോജക്റ്റിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരു അവസരം വരും. ആ പ്രോജക്റ്റ് ഒറ്റ നോട്ടത്തിൽ ചെറുതാണെന്ന് തോന്നും. പക്ഷേ ആ ചെറിയ ജോലി ഒരു വലിയ തോടിന്റെ ആദ്യ ചുഴിയാണ്. ആ ചുഴി ഒഴുകി ഒഴുകി ഒരു നദിയാകും. ആ നദി ഒഴുകി ഒഴുകി ഒരു കടൽ ആകും. ആ ചെറിയ പ്രോജക്റ്റിൽ നിങ്ങൾ ഒഴിക്കുന്ന ഊർജം ഒരു വലിയ കരിയർ അധ്യായത്തിന്റെ ആദ്യ വാക്ക് ആകും. ദീർഘകാലമായി ഒരു സ്ഥലമാറ്റം, ഒരു വകുപ്പ് മാറ്റം, ഒരു ഉദ്യോഗമാറ്റം ആഗ്രഹിച്ചിരുന്ന മേടം രാശിക്കാർ ആ ആഗ്രഹം ഇനി ഫലം കാണും. ദൂരത്തേക്ക്, ഒരു നഗരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു ജോലി ഓഫർ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ ഓർഡർ, ഇത് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ ഉള്ള സാധ്യത ഏറ്റവും ഉയർന്നിരിക്കുകയാണ്. ഒരു കാര്യം ഓർക്കണം, ആ മാറ്റം ആദ്യം ഭയം തോന്നിക്കും. പക്ഷേ ആ ഭയം ഒരു വലിയ ഭാഗ്യത്തിന്റെ ആദ്യ ഘട്ടമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ ഊർജം ഒരു ഭൂകമ്പം പോലെ ഫലം ചെയ്യും. ബിസിനസ് ഭൂമി ഒരു ജ്ഞാനദൃഷ്ടിയിൽ മാറ്റം കൊള്ളും. ഒരു പുതിയ ബിസിനസ് ആശയം, ഒരു പുതിയ കൂട്ടുകാരൻ, ഒരു പുതിയ ഉടമ്പടി, ഇവ ഈ ആദ്യ ആഴ്ചകളിൽ ഉണ്ടാകും. ഗുരുവിന്റെ ദൃഷ്ടി ബിസിനസ് ഭൂമിയിൽ ഉള്ളപ്പോൾ ഏതൊരു ഒപ്പ് ഇടലും ഏതൊരു ഉടമ്പടിയും ദൈവ ഇഷ്ടം ഉള്ളതാകും. ബിസിനസ് ഉടമ്പടിയോ ഒരു ഭൂമി ഇടപാടോ ഒരു ബ്രാൻഡ് ലോഞ്ചോ
ഇക്കാലത്ത് ആരംഭിച്ചത് ദീർഘകാലം നിലനിൽക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ് ചർച്ചകളിൽ ആദ്യ 7 ദിവസം ഒരു പുതിയ ആൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ആ ആൾ ഒരു ബിസിനസ് അവസരം ആയി ദൈവം അയക്കുന്ന ഒരു ദൂതൻ ആകാം. ആ ആളെ സസൂക്ഷ്മം ശ്രദ്ധിക്കുക. ആ ആളുടെ വാക്കുകൾ കേൾക്കുക. ഒറ്റ കൂടിക്കാഴ്ചയിൽ തന്നെ ആ ബന്ധം ഒരു ജീവിതകാലം ഫലം ചെയ്യുന്ന ഒരു ഇടപാടിലേക്ക് വളരും. ദീർഘകാലമായി ഒരു ബിസിനസ് ആശയം മനസ്സിൽ ഉള്ളവർ, ആ ആശയം ഇക്കാലത്ത് ആരംഭിക്കാൻ ഏറ്റവും ഉചിതമായ കാലം ഇതാണ്. ഗ്രഹ ഊർജം ആ ആശയത്തിനു ഒരു ജീവൻ നൽകും. ആ ആശയം ഒരു ചെടിയായി, ആ ചെടി ഒരു വൃക്ഷമായി, ആ വൃക്ഷം ഒരു കാട്ടായി. ഈ ഒരു ഊർജ്ജക്രമം ഇക്കാലത്ത് ആരംഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ആദ്യ 7 ദിവസം ഒരു അത്ഭുതകരമായ വഴിത്തിരിവ് ഉണ്ടാകും. ഒരു പ്രതീക്ഷിക്കാത്ത ദിശയിൽ നിന്ന് പണം വരും. ഒരു കടം വീട്ടാനുള്ള സഹായം ഉണ്ടാകും. ഒരു ശമ്പള വർധന ഉണ്ടാകും. ഒരു ബോണസ് ഉണ്ടാകും. ഒരു നിക്ഷേപ ഫലം ലഭ്യമാകും. ഏത് രൂപത്തിൽ ആ ഊർജം വന്നാലും ആ ധന ഊർജം ഈ ആദ്യ 7 ദിവസത്തിൽ ഒരു ആദ്യ സ്പർശം നൽകും. ആ സ്പർശം ഒരു ദൈവ അടയാളം ആണ്. ഞാൻ നിന്നെ ഓർക്കുന്നുണ്ട്, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന ദൈവ സന്ദേശം. ഇനി ഈ ആദ്യ 14 ദിവസത്തിൽ ചില ചെലവുകൾ ഉണ്ടാകും. ആ ചെലവ് ഭയപ്പെടാൻ ഒന്നുമില്ല. ഏതൊരു ഊർജ്ജ ഒഴുക്കിലും ഒരു ഊർജ്ജവരവും. പ്രണയം. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമാകും, അല്ലേ? മേടം രാശിക്കാരെ, ഈ നക്ഷത്രസ്ഥിതിയിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിലും ദാമ്പത്യ ബന്ധത്തിലും ഒരു അഗാധമായ രൂപാന്തരം സംഭവിക്കാൻ പോകുകയാണ്. ഇത് വെറും സ്വപ്നമല്ല. ഇത് ഗ്രഹങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയ ഒരു ദൈവിക ക്രമീകരണമാണ്. ശുക്രൻ ഇപ്പോൾ നിങ്ങളുടെ 7ാം ഭാവത്തിൽ ഒരു പ്രത്യേക ദൃഷ്ടി ചൊരിയുകയാണ്. 7ാം ഭാവം എന്നത് ജീവിതപങ്കാളിയുടെ ഭാവം മാത്രമല്ല, അത് നിങ്ങളുടെ ആത്മബന്ധങ്ങളുടെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിലുള്ള ആഗ്രഹങ്ങളുടെ ഭാവം കൂടിയാണ്. ഇക്കാലത്ത് ഒരു കാര്യം ഓർക്കണം. ബന്ധങ്ങളിൽ നിങ്ങൾ ഒരു കാലത്ത് അനുഭവിച്ച വേദനകൾ, നിരാശകൾ, ഒറ്റപ്പെടലുകൾ, ഇവ എല്ലാം ഒരു ഉദ്ദേശ്യത്തോടെ ആയിരുന്നു. കർമ്മം ഒരിക്കലും നിങ്ങളെ ശിക്ഷിക്കാൻ ആ വേദനകൾ തന്നതല്ല. പ്രത്യുത ഇന്ന് നിങ്ങൾ ആ യഥാർത്ഥ ബന്ധത്തിന് യോഗ്യരാകാൻ വേണ്ടി ആ അനുഭവങ്ങൾ നിങ്ങളെ തയ്യാറാക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു പ്രണയബന്ധത്തിലുള്ളവർക്ക് ഈ കാലം ഒരു നിർണായക ഘട്ടമാണ്. ദീർഘകാലമായി ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ഇരുന്ന കാര്യം ഒരു സുപ്രഭാതത്തിൽ അത് ആശ്ചര്യകരമാംവിധം ശരിയായ ദിശയിൽ ഒഴുകുന്നത് നിങ്ങൾ കാണും. ഒരുപക്ഷേ ഒരു ചെറിയ സംസാരം, ഒരു നിഷ്കളങ്കമായ നിമിഷം, ഒരു ആകസ്മികമായ കൂടിക്കാഴ്ച, ഇവ ആ ബന്ധത്തെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകും. ഗ്രഹങ്ങൾ ആ നിമിഷം ക്രമീകരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഒറ്റയ്ക്കുള്ളവർക്ക്, വിശേഷിച്ചും ഒരു ബന്ധം തേടുന്നവർക്ക് ഈ കാലം ഒരു ദൈവദാനമാണ്. ആകസ്മികമായ ഒരു പരിചയം, ഒരു പൊതു ഇടത്തിൽ ഒരു കണ്ണോടൊന്ന് കണ്ണ് ചേരൽ, ഒരു ദൂരെ നിന്ന് വരുന്ന സന്ദേശം, ഇതൊക്കെ ഒരു പ്രത്യേക ആത്മബന്ധത്തിന്റെ ആരംഭ ചിഹ്നങ്ങൾ ആകാം. ഈ ബന്ധം ഒരു സാധാരണ ബന്ധം ആയിരിക്കില്ല. ഇത് ഒരു ആത്മസഖ്യം ആകാം, ഒരു ജന്മജന്മാന്തര ബന്ധം ആകാം. അത്തരം ഒരു ബന്ധത്തിനായി കർമ്മം നിങ്ങളെ ഇത്രയും കാലം ഒരുക്കുകയായിരുന്നു. വിവാഹ ജീവിതത്തിൽ ഇരിക്കുന്നവർക്ക് ഈ കാലം ഒരു പുതിയ ഉഷസ് കൊണ്ടുവരും. ഒരുപക്ഷേ കഴിഞ്ഞ കുറേ കാലമായി ദാമ്പത്യത്തിൽ ഒരു ദൂരം അനുഭവപ്പെട്ടിരുന്നു. ഒരേ വീട്ടിൽ ഉണ്ടായിട്ടും ഒരു അദൃശ്യ മതിൽ തോന്നിയിരുന്നു. ഇനി ആ മതിൽ ഉടയാൻ സമയമായി. ഗ്രഹ ഊർജം ഇപ്പോൾ ദാമ്പത്യഭാവത്തെ ഒരു ആഴത്തിൽ സ്പർശിക്കുകയാണ്. ഒരു ചെറിയ ആത്മാർത്ഥ സംഭാഷണം, ഒരു ഒന്നിച്ചുള്ള ദേവാലയ ദർശനം, ഒരു ക്ഷമ ചോദ്യം, ഇവ ആ ബന്ധത്തെ ഒരിക്കൽ കൂടി ജ്വലിപ്പിക്കും. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ കാലത്ത് അഹംഭാവം ഒഴിവാക്കണം. ഞാൻ ശരി, നീ തെറ്റ് എന്ന ചിന്ത ഒരു ബന്ധത്തെ ഉള്ളിൽ നിന്ന് ദ്രവിപ്പിക്കും. ഗ്രഹങ്ങൾ നിങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. ക്ഷമ ദൗർബല്യം അല്ല, ക്ഷമ ഒരു ദൈവിക ശക്തിയാണ്. ആ ശക്തി ഉപയോഗിക്കുന്നവർക്ക് ഈ കാലത്ത് ബന്ധങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. കുടുംബജീവിതത്തിൽ ഒരു കാലം ആഭ്യന്തര ക്ലേശങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ക്ലേശങ്ങൾ ഇനി ക്രമേണ ശമിക്കുന്നത് നിങ്ങൾ കാണും. ഒരു ദൂരെയുള്ള ബന്ധു, ഒരു പഴയ സ്നേഹം, ഒരു മറന്ന ബന്ധം, ഇവ ഒക്കെ ഒരു നല്ല ഉദ്ദേശ്യത്തോടെ തിരിച്ചുവരും. ഈ ബന്ധങ്ങളെ സ്വീകരിക്കണം. കർക്കശമായ മനോഭാവം ഒഴിവാക്കി ഒരു തുറന്ന ഹൃദയത്തോടെ ഇവരെ നേരിടുക. അത് നിങ്ങളുടെ കുടുംബജീവിതത്തെ ഒരു പൂന്തോട്ടം ആക്കി മാറ്റും. ഒരു കാര്യം കൂടി, ഈ കാലത്ത് ബന്ധങ്ങളിൽ ഒരു ദേവീദേവൻ ഇടപെടും. ഒരു ദൈവഹിതം, ഒരു അദൃശ്യ കൈ. ഇത് നിങ്ങളുടെ ബന്ധങ്ങളെ ശരിയായ ദിശയിൽ നയിക്കും. ഇത്തരം ഒരു ദൈവിക ഇടപെടൽ സ്വീകരിക്കാൻ നിങ്ങൾ ആത്മീയമായി തയ്യാറാകണം. പ്രാർത്ഥനയും ഭക്തിയും ഈ ദൈവിക ഊർജം സ്വീകരിക്കാനുള്ള ഏറ്റവും നല്ല ഉപകരണങ്ങളാണ്. ആരോഗ്യകാര്യത്തിലേക്ക് വരുമ്പോൾ, മേടം രാശിക്കാരെ, ഒരു ഗൗരവമേറിയ സത്യം നിങ്ങളോട് പറയേണ്ടതുണ്ട്. ഈ ഗ്രഹഘട്ടത്തിൽ ശരീരം ഒരു ദൈവദേവാലയം ആണ് എന്ന ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം. ഇത്രയും കാലം ജോലിയും ഉദ്വേഗവും ബന്ധസംഘർഷങ്ങളും നൽകിയ ശ്രമം ശരീരത്തിൽ ഒരു ഭാരം ആയി നിൽക്കുന്നുണ്ട്. ആ ഭാരം ഇനി ഇറക്കി വയ്ക്കേണ്ട സമയം ആഗതമായി. ആദ്യത്തെ 7 മുതൽ 15 ദിവസം വരെ ശ്രദ്ധിക്കണം. ഉറക്കക്കുറവ്, ക്ഷീണം, ചിലപ്പോൾ ചെറിയ തലവേദന ഇവ കൂടാൻ സാധ്യതയുണ്ട്. ഇത് ഗ്രഹപരിവർത്തനത്തിന്റെ ഒരു ഭൗതിക പ്രതിഫലനമാണ്.
ശരീരം ഒരു പുതിയ ഊർജ്ജക്രമത്തിലേക്ക് ക്രമീകരിക്കപ്പെടുകയാണ്. ഇക്കാലത്ത് ആഹാരക്രമം ശ്രദ്ധിക്കണം. ലഘുവായ സസ്യാഹാരം, ധാരാളം വെള്ളം, ഇവ ശരീരത്തെ ഈ ഘട്ടം സുഗമമായി കടക്കാൻ സഹായിക്കും. ഈ ഘട്ടത്തിൽ ഒരു പ്രധാന ആരോഗ്യ ഉപദേശമുണ്ട്: ദഹനശക്തിയെ ബലഹീനമാക്കുന്ന ഭക്ഷണശീലങ്ങൾ ഒഴിവാക്കുക. മേടം രാശിക്കാരുടെ ശരീര ഊർജ്ജ കേന്ദ്രം തലയും ആമാശയവുമാണ്. ഈ ഭാഗങ്ങൾ ഗ്രഹ ഊർജ്ജ മാറ്റങ്ങളോട് ഏറ്റവും ആദ്യം പ്രതികരിക്കും. അതിനാൽ ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. ആവശ്യമെങ്കിൽ ഒരു ചികിത്സകനെ കാണുന്നതിൽ മടിക്കരുത്. മാനസിക ആരോഗ്യം ഈ ഘട്ടത്തിൽ ഭൗതിക ആരോഗ്യത്തെക്കാൾ ഒരുപക്ഷേ കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ളതാണ്. ഗ്രഹ ഊർജ്ജ മാറ്റം മനസ്സിൽ ഒരു അദൃശ്യഭാരം ഉണ്ടാക്കും. പഴയ ഓർമ്മകൾ, പഴയ ദുഃഖങ്ങൾ ഒരിക്കലും സംഭവിക്കരുത് എന്ന് ആഗ്രഹിച്ച ചിന്തകൾ, ഇവ ഉരുത്തിരിഞ്ഞു വരും. ഇവ ഒഴിവാക്കരുത്. ഇവ ഓർത്ത് ദുഃഖിക്കരുത്. ഇവ ഒരു ദൈവദർശനം പോലെ കൈകൊടുത്ത് യാത്ര അയക്കൂ. ഇത് ഒരു ആഴമേറിയ കർമ്മ ശുദ്ധീകരണമാണ്. ഈ ശുദ്ധീകരണത്തിന് ശേഷം നിങ്ങളുടെ മനസ്സ് ഒരു ആകാശം പോലെ തെളിഞ്ഞു വരും. വിദ്യാഭ്യാസ കാര്യത്തിൽ ഈ ഘട്ടം ഒരു ഉണർവ് കാലമാണ്. ദീർഘകാലമായി ഒരു പഠനം, ഒരു കോഴ്സ്, ഒരു ഗവേഷണം ഇവ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇനി അത് ആരംഭിക്കേണ്ട കാലം. ഗുരുഗ്രഹം ജ്ഞാനത്തിന്റെ ഗ്രഹമാണ്. ഗുരുവിന്റെ ദൃഷ്ടി ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിശക്തിയെ ഉത്തേജിപ്പിക്കുകയാണ്. ഈ ഊർജം ഉപയോഗിച്ച് ഒരു പുതിയ കഴിവ് നേടുക, ഒരു പുതിയ ഭാഷ, ഒരു കലാരൂപം, ഒരു ആത്മീയ ജ്ഞാനം. ഇവ ഈ ഘട്ടത്തിൽ നേടിയാൽ അത് ജീവിതം മുഴുവൻ നിങ്ങൾക്ക് ഉപകരിക്കും. വിദ്യാർത്ഥികൾക്ക് ഒരു പ്രത്യേക സന്ദേശമുണ്ട്. ഈ ഘട്ടത്തിൽ ഏകാഗ്രതയ്ക്ക് ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഗ്രഹ ഊർജ്ജ മാറ്റം മനസ്സിനെ ഒരുപക്ഷേ അലയടിക്കുന്ന കടൽ ആക്കി മാറ്റും. ഇക്കാലത്ത് ഒരു ക്രമബദ്ധമായ ദൈനംദിന ചര്യ, ഒരു ദൈവഭക്തിയോടെ ഊടിയ പഠനം ഇവ ഏകാഗ്രത വർദ്ധിപ്പിക്കും. ഭഗവത്ഗീത, ഒരു ആത്മീയ ഗ്രന്ഥം, ഇവ ദിവസേന ഒരു അധ്യായം വായിക്കുന്നത് ബുദ്ധിശക്തിക്ക് ഒരു ദൈവിക ഊർജ്ജം നൽകും. യാത്രകാര്യങ്ങളിൽ ഈ ഘട്ടം ഒരു ഭ്രമണകാലമാണ്. ദൂരയാത്ര, ഒരു ദേവാലയ ദർശനം, ഒരു ആത്മീയ യാത്ര, ഇവ ഈ ഘട്ടത്തിൽ ഫലദായകം ആകും. വിദേശ ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ കാലത്ത് ഒരു ദൂതൻ, ഒരു ഇടനിലക്കാർ, ഒരു ആകസ്മിക ബന്ധം, ഇവ ആ ആഗ്രഹം സഫലമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കും. ഈ ബന്ധങ്ങൾ ശ്രദ്ധിക്കുക. ഇവ ദൈവഹിതമായ കാഴ്ചകളാണ്. ഒളിഞ്ഞ ഭീഷണികളുടെ കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ഒരു കാര്യം ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. ചുറ്റുമുള്ള എല്ലാ ബന്ധങ്ങളും ആത്മാർത്ഥം ആകില്ല. ചില ആൾക്കാർ ബാഹ്യഭദ്രതയും ആന്തരിക ദ്രോഹഭാവവും ഒരേ സമയം വഹിക്കുന്നവർ ആകും. ഈ കാലത്ത് ഏത് ആൾക്കാർ ആത്മഹർഷം ആഗ്രഹിക്കുകയും ആർക്കൊക്കെ നിങ്ങളുടെ വളർച്ച കണ്ട് ഉത്കണ്ഠ ആകുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കൂ. ഈ ഒളിഞ്ഞ ശക്തികളെ ഗ്രഹ ഊർജ്ജം ഇനി ക്രമേണ ദൂരെ ആക്കും. എന്നാൽ നിങ്ങൾ ജാഗ്രതയോടിരിക്കണം. ആകസ്മിക നേട്ടങ്ങൾ ഈ ഘട്ടത്തിൽ ചിലർക്ക് ഒരു ആകസ്മിക ഭൂസ്വത്ത്, ഒരു പൂർവ്വ കുടുംബ ആസ്തി, ഒരു മറന്നുപോയ ബാധ്യത, ഇവ ഒക്കെ ഒരു പ്രതീക്ഷിക്കാത്ത ദിവസം തിരിച്ചുവരും. ഇവ ദൈവഹിതമാണ്. ഇവ സ്വീകരിക്കുക. ഒരു ദൈവദർശനം പോലെ ഇവ ജീവിതത്തിൽ കടന്നുവരും. ഇനി മേടം രാശിക്കാരെ, ഒരു നിമിഷം നിങ്ങളോടൊപ്പം ആഴ്ന്നിറങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ജ്യോതിഷ ചരിത്രത്തിൽ 1000 വർഷത്തിൽ ഒരിക്കൽ ഉണ്ടാകുന്ന ഒരു ഗ്രഹസ്ഥിതി, ഒരു ദൈവിക ക്രമീകരണം, ഒരു കർമ്മ ഭ്രമണഘട്ടം. ഇത് ഇപ്പോൾ ആകാശത്ത് ആരംഭിക്കുകയാണ്. ഈ ഘട്ടം ഒരു ജന്തരൽ, ഒരു കർമ്മശോധന, ഒരു ദൈവദൂത് ആണ് മേടം രാശിക്കാർക്ക്. ഗ്രഹ ഊർജ്ജ ഭ്രമണം ഇത്ര ആഴത്തിൽ മേടം രാശിയെ ബാധിക്കുന്നത് ഒരു ഭൂതകാല ജന്മബന്ധമാണ്. ജന്മജന്മങ്ങൾ ആയി നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ, ആ കർമ്മഫലങ്ങൾ ഇപ്പോൾ ഒരു ഒഴുക്കിൽ ഒഴുകി വരികയാണ്. ചില ഫലങ്ങൾ സൗഭാഗ്യം ആകാം, ചില ഫലങ്ങൾ ഒരു ശോധന ആകാം. എന്നാൽ ഒരു കാര്യം ഉറപ്പ്: ഈ ഒഴുക്ക് നിങ്ങളെ ഒരു ഉയർന്ന ജൻതലത്തിലേക്ക്, ഒരു ആഴത്തിലുള്ള ആത്മബോധത്തിലേക്ക് കൊണ്ടുപോകും. ശനി ഗ്രഹം ഇപ്പോൾ ഒരു ദ്വാദശ ദൃഷ്ടിയോടൊപ്പം ഒരു അദൃശ്യ ശക്തിയായി നിൽക്കുകയാണ്. ഈ ശക്തി ഒരു ക്ഷണിക ദൈവദൂതനാണ്. ഇത് നിങ്ങളുടെ ഭൂതകാല കർമ്മ കണക്കുകൾ ഒന്നൊന്നായി തീർക്കുകയാണ്. ഈ കണക്ക് തീർക്കൽ ചിലർക്ക് ഒരു ദുഃഖം ആകാം, ചിലർക്ക് ഒരു നഷ്ടം ആകാം, ചിലർക്ക് ഒരു ആരോഗ്യ ക്ലേശം ആകാം. എന്നാൽ ഈ ഒക്കെ കഴിഞ്ഞ് ഒരു ഉജ്ജ്വലമായ ഭാഗ്യ ഉദയം ഉണ്ടാകും. ശനി ഒരു ക്രൂരഗ്രഹം അല്ല, ശനി ഒരു നീതിഗ്രഹമാണ്. നീതിക്ക് ആർ ഭയപ്പെടണം? ഗുരുഗ്രഹം ഈ ഘട്ടത്തിൽ ഒരു ദൈവ ആശീർവാദ ഗ്രഹം ആയി ഭ്രമണം ചെയ്യുകയാണ്. ഈ ഊർജം ഒരു ജൻതരൽ ഒരിക്കൽ ഇത്തരം ഒരു ഭ്രമണഘട്ടം ഉണ്ടാകും. ഈ ഊർജം ഒരു ദൈവദർശനം ആകാം, ഒരു ആത്മ ഉണർവ് ആകാം, ഒരു ജന്മ ഉദ്ദേശ്യ ബോധ്യം ആകാം. ഈ ഘട്ടത്തിൽ നിങ്ങൾ ഒരു ആഴമേറിയ ആത്മചോദ്യം ചോദിക്കും: ഞാൻ ആരാണ്? ഞാൻ ഈ ഭൂമിയിൽ ഇവിടെ